മുസ്ലിം ഫാമിലിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജനിച്ച് വളരുന്ന കുട്ടി ഒരു വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ അവർ മദ്രസ ക്ലാസ്സുകളിൽ പോയിട്ട് പിന്നെ അവർ പുറമേ നിന്നൊരാൾ വീട്ടിലോട്ട് വരുമ്പോൾ അവർ വെൽക്കം ചെയ്യുന്നതും താങ്ക്സ് പറയുന്നത്, ചെറിയ കുട്ടി വെൽക്കം ചെയ്യുന്നത് താങ്ക്സ് ചെയ്യുന്ന അറബിയിലാണ്. അറബിയിൽ പറയുന്നത് കൊണ്ടല്ല പ്രശ്നം, ഇത് മദ്രസ ക്ലാസ്സിൽ പോയിട്ട് പഠിക്കുന്നത് എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ മദ്രസ ക്ലാസ്സിലെ പുസ്തകങ്ങളെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ അറിയാം എത്ര വലിയ മണ്ടത്തരങ്ങളും എത്ര വലിയ അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ ഇത്രയും ചെറിയ പ്രായത്തിൽ ട്യൂൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓബ്വിയസ്ലി പിന്നെ അത് വിട്ടു പോകാനായിട്ട് ഒരു രക്ഷയില്ല. അത് അതിന് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് കാരണം വെച്ചാൽ നമ്മൾ ഒരു അതിന് ഇറങ്ങുന്ന ഒരു കുട്ടിയെ 100% അവർ ചിന്തിക്കുന്നത് സത്യമാണെന്ന് പറഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. 100% അതുള്ളതാണെന്നും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് നിൽക്കുന്നത്. പിന്നെ ഭയങ്കര വലിയൊരു ബോക്സും വരുന്നുണ്ട്, ചിന്തയുടെ ബോക്സ്. ചിന്തിക്കുന്നവൻ ദൃഷ്ടാന്തം ഉണ്ട് എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ചില ചിന്തകൾ അങ്ങോട്ട് പോകാൻ രണ്ട് മരവൂളകളോടും എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാല്, നിന്റെയൊന്നും വീട്ടിലെ കുട്ടികളെ മദ്രസയിലെ ഉസ്താദ് വന്ന് കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് മദ്രസയിൽ ഇരുത്തി പഠിപ്പിക്കുകയല്ല. അവിടെ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളെയാണ്. ആ മുസ്ലിം കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ ആ മുസ്ലിം കുട്ടികൾക്ക് അവരുടെ ഉമ്മയും പാപ്പയും അവിടെ ഇരിപ്പുണ്ട്, അവര് നോക്കിക്കോളും. അവർക്കില്ലാത്ത വേവലാതി എന്തിനാണ് രണ്ട് മരവൂളകൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നത്? നിങ്ങൾ വേവലാതിപ്പെടേണ്ടത് നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം. നിങ്ങളുടെ കുട്ടികൾ പഠിച്ചു വലുതായി കഴിഞ്ഞാൽ വല്ലവന്റെ കൂടെ ഓടിപ്പോകോ അല്ലെങ്കിൽ വല്ല കള്ളിനോ കഞ്ചാവിനോ അടിമയാകോ എന്നൊക്കെ ചിന്തിച്ചിട്ട് വേവലാതിപ്പെടുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഇതൊന്നല്ല, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, ഒരു റൂം വാടകയ്ക്ക് എടുക്കുന്നു, കുറച്ച് കളർ ബൾബുകൾ വാങ്ങി ചുറ്റും തൂക്കുന്നു, എന്നിട്ട് ഒരു ഇസ്ലാമിക വിഷയം എടുക്കുന്നു, എന്നിട്ട് അതിനെ പരദൂഷണം പറയുന്നു. ആ വിഷയത്തിന് ഒരു ഹൈപ്പ് കിട്ടാൻ ഒരു ഇംഗ്ലീഷ് പടത്തിൽ നിന്ന് ഒരു ഹൊറർ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ആക്കി ഇടുന്നു, എന്നിട്ട് രണ്ടും കൂടി ഇരുന്ന് ഇസ്ലാം മതത്തിന്റെ പച്ചർച്ച തിന്നുന്നു. അതിൽ കിട്ടുന്ന കാശും വാങ്ങിയിട്ട് രണ്ടിന്റെയും കുട്ടികൾക്ക് തിന്നാൻ കൊണ്ട് കൊടുക്കുന്നു. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഒരു മതത്തിന്റെ പച്ചർച്ച തിന്ന കാശും വാങ്ങിയിട്ട് നിങ്ങളുടെ രണ്ടിന്റെയും മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അത്രയും വലിയ തെറ്റ് ചെയ്യുന്ന നിങ്ങളാണ് മദ്രസയിലെ തെറ്റുകുറ്റങ്ങളെ വിമർശിക്കാൻ വേണ്ടി ഇവിടെ രണ്ടും കൂടി വന്നിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും തെറ്റല്ല, പക്ഷെ മനുഷ്യന്മാർക്കെല്ലാം ഉപകാരപ്പെടുന്ന പോലെ ഒരു കണ്ടന്റ് ചെയ്യാൻ നോക്കുക. അതിന് കഴിയില്ലെങ്കിൽ തടിയും തടിയൊക്കെ ഇത്രയുണ്ടല്ലോ, വല്ല കൂലിപ്പണിക്ക് പോകാൻ നോക്കുക.